അപ്പം ഞങ്ങൾ കൂറ്റനാട് നേർച്ചയ്ക്ക് തലേ ദിവസം പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓട്ടോറിക്ഷയിലാണ് പോകണം കേട്ടോ. പോകുമ്പോൾ തന്നെ അവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഗാനമേള നടക്കുന്നുണ്ട്. പിന്നെ ചെക്കന്മാർ റോട്ടിൽ DJ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ, പാട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ തന്നെ ഇവാനും നല്ല സ്റ്റെപ്പൊക്കെ ഇടൽ തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് അവനോട്, ഞങ്ങളുടെ കാലൊന്നും സ്റ്റെപ്പ് ഇട്ടിട്ട് ചാടി പൊളിക്കലടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കണു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ പോണ വഴിക്ക് നല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ട്, ദഫിൻ്റെ കളികളും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് പോണ വഴിക്ക്. അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയുടെ തൊട്ടടുത്തൊരു പമ്പുണ്ട്, അവിടെയായിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ ഇറക്കി തന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് നടന്ന് പോവുക ചെയ്ത്. നടക്കാനൊന്നും പറ്റണില്ല, അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്, വണ്ടികളുടെ ബ്ലോക്കും. അങ്ങനെ പള്ളിയൊക്കെ നല്ല അലങ്കരിച്ച് എന്താ ചിട്ട ഭംഗി. അപ്പോൾ പിന്നെ അവിടെ എന്താ പറയുക, ജാത മതഭേദമന്യേ എന്ന് പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ അവിടെ ഈ നേർച്ച ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ ചെറുകിട കച്ചവടക്കാരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങലും കഴിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി ഞങ്ങൾ. പിന്നെ എല്ലാം കണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ പോയി, പള്ളിയുടെ ഉള്ളിൽ സിയാറത്തിനൊക്കെ പോയി. കുട്ടികൾ യാറം മൂടാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഈ വളക്കച്ചവടക്കാരും ടോയികളൊക്കെ വിൽക്കണ അങ്ങനത്തെ കച്ചവടക്കാരുടെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ടോ. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കുൽക്കി സബ്രത്തും അങ്ങനെ പല പല ഐറ്റങ്ങൾ, എന്താ പറയുക, അങ്ങനെ എല്ലാവിധ ഐറ്റങ്ങളും അവിടെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി നേർച്ചക്കൊക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കണം നമ്മുടെ സ്രാവ് മീനെ കണ്ട്. പിന്നെ ടോയികൾ, അങ്ങനെ ഇത് കാണുമ്പോൾ ഇവാനുവിന് അങ്ങനെ വാശിയൊന്നുമില്ല കേട്ടോ. അവന് പിന്നെ അങ്ങനെ എടുത്തിട്ടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന്. പിന്നെ അവന് കടല വാങ്ങിക്കൊടുത്ത്. പിന്നെ നമ്മളെ ഇതുണ്ട്, എന്താ പറയുക, കുറേ പൊരിക്കടിയൊക്കെ വാങ്ങി, ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ പിന്നെ പോരുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കാണ്. പോരുന്നത് ഞങ്ങൾ 11 മണി ആയിക്കണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ. പോകുമ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ്. പിന്നെ പോകുമ്പോൾ ഞങ്ങൾ 11 മണി ആയിക്കണ്. ഇനി കൂടി ചെന്നാൽ സീനാവോ, പടന്ന് ചീത്തയൊക്കെ എന്നുള്ളൊരു പേടിയിലൊക്കെയാണ് പോണത്. പിന്നെ ഞങ്ങൾ നേർച്ചക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ക്ഷീണം തന്നെ ഒന്ന് മാറണ്ടേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ.